പിരിഞ്ഞ് നിങ്ങള് അന്ന് റേഡിയോ സ്റ്റേഷനിൽ വെച്ച് ഒരു ഈ കൗമാരപ്രേമം എന്ന് പറഞ്ഞോളൂ, അത് തുടങ്ങി ഉടനെ അറിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയ ശേഷം ഒരു 5 കൊല്ലത്തെ കത്തെഴുത്ത് കാലം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാ കത്തെഴുതുമ്പോ വീട്ടിൽ പിടിക്കൂല്ലേ ഇത്? എങ്ങനെ പോസ്റ്റ് ചെയ്യും? അപ്പൊ എന്റെ വേറൊരു ചെറിയമ്മയുടെ മോനുണ്ടായിരുന്നു, മോഹൻ മേനോൻ എന്നാണ് പേര്. മോനു എന്നാ ഞാൻ അവനെ വിളിക്കാം. അവരൊക്കെ കൽക്കട്ടയിൽ ജനിച്ചു വളർന്നതാ. അവൻ BSc പഠിക്കാനായിട്ട് അവിടെ വന്നു, ചിറ്റൂര് കോളേജിലാണ് പഠിച്ചത്. അപ്പം അഡ്രസ്സ് മുഴുവൻ മോഹൻ മേനായിരുന്നു. മോഹൻ മേന്റെ പേരിലായിരുന്നു അവന്റെ BSc കൃത്യമായിട്ട് ഉപയോഗത്തിൽ വന്നു. അവന് മലയാളം വായിക്കാറില്ല, മലയാളം സംസാരിക്കണ പോലും വല്ലാത്തൊരു മലയാളമാണ്. അവന്റെ പേരിൽ എഴുത്ത് വരും, പിന്നെ അവൻ തന്നെ മറുപടി പോസ്റ്റ് ചെയ്യാനോ ഒക്കെ മോഹൻ മേനോനെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. തിരിച്ച് കത്തെഴുതുമ്പോ ഏത് അഡ്രസ്സിൽ എഴുതും? അങ്ങോട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതും. അത് പിന്നെ ഒന്നോ മോനുവിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ജോലിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൂട്ടുകാരിയെ പറ്റി ഒരു കത്തെഴുതി അയച്ചു, പാർവതിക്കുട്ടി. അത് നേരെ കൊണ്ടുപോയി ശാലിനി എന്റെ കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമയാക്കി കളഞ്ഞു എന്ന് പറയുന്നത് കത്തെഴുതി അയച്ചല്ല. അത് എന്റെ കൂട്ടുകാരി, ഞങ്ങൾ ഒന്നിച്ച് 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച ഒരു വല്ലാത്ത കഥയായിരുന്നു ആ കഥ. ഇത് ആകാശവാണി ഞങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ ഇതന്നെ പണി. കഥ എന്നെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് സംസാരിക്കും. കുറെ കഴിയുമ്പോൾ അത് മുഴുവൻ കഥയായിട്ട് വരാൻ തുടങ്ങി. അപ്പം പാർവതിക്കുട്ടി വന്നപ്പം അത് നമ്മളെ വളരെ അടുത്ത ഒരു ആളായിരുന്നു. എൻ്റെ അമ്മാവൻ എന്നോട് ഭയങ്കരമായിട്ട് പിണങ്ങുകയും. എനിക്ക് തോന്നുന്നത് അതില് ഈ നമ്മളൊരാളുടെ കഥ കേട്ടിട്ട് നമ്മള് വേറെ എഴുതുമ്പോ പേരെങ്കിലും മാറ്റുമല്ലോ. ഇത് ഒറിജിനൽ പേരിട്ടിട്ട് കഥ എഴുതി കളഞ്ഞു. അതാണ് ഈ ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു പേര്. അയ്യോ, അമ്മുക്കാശ് എന്ന് പേരുള്ള ഒരാള്, അങ്ങനെ ഒരു പേര് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവുമല്ലോ. അതുൾപ്പെടെ ഒറിജിനൽ പേര് വെച്ച് കഥ എഴുതി ആ കഥ ആ സിനിമയെ കാണുന്ന പോലെ അങ്ങനെ ഒരു ദുരന്തം അവസാനം ഇല്ലെങ്കിലും അതിലെ ക്യാരക്ടേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അതാ ഒരുപാട് ഈ നക്ഷത്രങ്ങളെ കാവല് വന്നപ്പോൾ ഇനി എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നുവെച്ചാൽ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളും. അതൊരു വലിയ, അന്ന് മുതൽ ഒരുപാട് കാലത്തിന് അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നോട് ദേഷ്യമായിരുന്നു. എല്ലാവരും ശത്രുക്കളാക്കുക. ഏതോ 2 വീട്ടുകാരും എത്രയോ നാളായിട്ട് മിണ്ടിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതാ ഈ പാർവതിക്കുട്ടിയുടെ അന്ന് അവള് പിണങ്ങി. അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ബോംബെയിലായിരുന്നു. പക്ഷെ വീട്ടുകാർ പിണങ്ങി. നമ്മുടെ അമ്മാവന്റെ വീടും ഇവരുടെ വീടും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമാണ്. ചുരുക്കം പറഞ്ഞാൽ അവര് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അമ്മാവന്റെ എല്ലാ കാര്യത്തിനും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളവിടെ അവരുടെ കൂടെ ഉണ്ടാവും. അവരുടെ കഥയാണ് ഈ എഴുതിയത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടുത്തെ കാര്യസ്ഥൻ ഓടി വന്ന് പറഞ്ഞു, ഇതാ ഒരു കഥ എഴുതിയിരിക്കണു. എന്താ ഇവിടുത്തെ പിന്നെ DSP വിശ്വനാഥൻ നായരുടെ മകളെ കുറിച്ചാണ്, എന്തോ നാരായണിക്കുട്ടിയെ കുറിച്ചാണ് കഥ എഴുതിയിരിക്കണത് എന്നും പറഞ്ഞ് അവിടെ വന്ന് ആ പുസ്തകവും കൊണ്ട് അവിടെ വന്നു. അന്ന് പേര് അതിൽ എൻ്റെ പേരും ഉണ്ട്. എന്നെ വീട്ടിൽ തങ്കം എന്നാണ് വിളിക്കുക. അതിൽ തങ്കം എന്നുള്ള പേരും ഉണ്ട്, അമ്മുക്കാശ്, എല്ലാം എന്തിനു പറയുന്നത് എല്ലാവരുടെയും പേരും ഉണ്ട്. ആരാണ് വായിച്ചവർക്ക് മുഴുവൻ അത് ആരാണ് എന്നുള്ളതെല്ലാം മനസ്സിലായി. അന്ന് അമ്മാവൻ പിണങ്ങിയതാണ് എന്നോട്. പിന്നെ ഒരുപാട് വർഷങ്ങൾ അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ പൊതുവെ ഈ വോയിസിന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. ശബ്ദങ്ങളെ തെരഞ്ഞെടുക്കുക. ആകാശവാണി ജോലി ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട ആകാശവാണിയിലുള്ളവരെയൊക്കെ സിനിമയിൽ ഡബിങ് ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വരെ ഡബ് ചെയ്തിട്ടുണ്ട്. ഓ, ഏതിലാ ചേച്ചി? ആദ്യ തുടക്കത്തിലുള്ള ഏതൊക്കെയോ പടത്തിലുണ്ട്. പെരുവഴി അമ്പലത്തിലുണ്ടോ? വളരെ ഫയൽവാൻ വോയിസ് കൊടുത്ത ചേട്ടനാ. അതെ അതെ ഒരിടത്തൊരു വോയിസ് കൊടുത്തത്. അമ്മയും കുറെ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്.